ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഓഗസ്റ്റ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ സ്കോർപിയോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസത്തിൽ എന്താണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക, അത് നമ്മൾക്ക് നോക്കാം. മെജിഷ്യൻ ആണ് നിങ്ങളുടെ പാസ്റ്റ് എനർജി. King of Swords ആണ് current energy and future energy hanged man ആണ്. നിങ്ങളുടെ ചാലഞ്ച് ആണ് King of Wands. നിങ്ങളുടെ അഡ്വൈസ് ആണ് Four of Cups. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിലാണ് Fool. നിങ്ങളുടെ ഓവറോൾ എനർജി ആണ് Ten of Pentacles and നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിൽ റിവീൽ ചെയ്യാം. അപ്പോൾ സ്കോർപിയോ, ഇവിടെ ഞാൻ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കാണുന്നത്. നിങ്ങളുടെ ഓവറോൾ എനർജി ഇത് ആക്ച്വലി അബണ്ടൻസിൻ്റെ എനർജിയാണ്. കുറേ പൈസ വരണ എനർജിയാണ്. ഇത് ബൾക്ക് മണിയാണ്. അപ്പോൾ ഒരുമിച്ച് പൈസ വരണ എനർജിയാണ്. അപ്പോൾ മേ ബി എന്തെങ്കിലും നിങ്ങൾ സെല് ചെയ്യാൻ നോക്കുന്നുണ്ടാച്ച ഒരു ലാൻഡ്, വീട്, അങ്ങനെ എന്തെങ്കിലും സെല് ചെയ്യാൻ നോക്കുന്നുണ്ടാച്ചാൽ ഈ മാസം നിങ്ങൾക്ക് കുറേ പൈസ വരാൻ പോകുന്നുണ്ട്. അങ്ങനത്തെ എനർജിയാണ് ഇത്. ബോണസ് കിട്ടുന്നുണ്ടാവും നിങ്ങൾക്ക് ജോലിയിൽ, കരിയറിൽ. ഇല്ലാച്ചാ ഇൻഹെറിറ്റൻസ് ആയിരിക്കാം. അതുമല്ലച്ചാ ഇത് എന്തോ ഒരു ബൾക്ക് മണി, ലോട്ടറി, അങ്ങനത്തെ ഒരു എനർജിയാണ് ഇത്. സ്റ്റെബിലിറ്റിയുടെ എനർജിയും കൂടിയാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഫാമിലി ലൈഫ്, അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ 10 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. വേൾഡ്. അപ്പോൾ എന്തോ ഒരു വലിയ ചേഞ്ച് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ഫിനാൻസസിൽ. ഓക്കെ, അതിൽ ഞാൻ ഒരു വലിയ ചേഞ്ച്, ഒരു വലിയ ഫാമിലി ലൈഫിലും ഒരു വലിയ ചേഞ്ച് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി റീലൊക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. വേറെ ഒരു പുറമെ ഒരു കൺട്രിയിൽ, ഇല്ലച്ചാ വേറെ ഒരു സ്ഥലത്ത് മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ മാതിരി ഒരു ഓപ്പർച്യൂണിറ്റി വരണ്ടാൻ ഇത് വെരി ക്വിക്ക്ലി വരണ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ അത്ര ഡിലേ ഉണ്ടാവില്ല. അപ്പോൾ ഓഗസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു വലിയ ചേഞ്ച് നിങ്ങൾ കാണും നിങ്ങളുടെ ഫാമിലി ലൈഫിൽ. ഓരൽസ് നിങ്ങളുടെ ആ സ്റ്റേബിൾ ഫാക്ടറിൽ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും വീടിട്ടുണ്ട് വെച്ചാൽ അവിടുന്ന് എന്തോ ഒരു റീലൊക്കേഷൻ, അങ്ങനെ എന്തോ ഒരു എനർജി. ഓക്കെ, എന്തായാലും ഒരു വലിയ ഒരു എൻഡിങ്ങും ഒരു വലിയ ബിഗിനിങ്ങും, അങ്ങനത്തെ ഒരു എനർജിയും ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ഇത് ചിലവർക്ക് ഇത് മേ ബി ഫിസിക്കൽ കാര്യങ്ങളായിരിക്കില്ല, ഈ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളായിരിക്കില്ല, ഇമോഷണൽ ചേഞ്ച് ആയിരിക്കാം. ഒരു ഫാമിലി സെറ്റപ്പിൽ എന്തോ ഇമോഷണലി എന്തോ ചേഞ്ച് ആവുന്നുണ്ട്, അതും ആവാം. ഇപ്പോൾ പാസ്റ്റിൽ മെജിഷ്യൻ ആണ് ഇവിടെ കാണുന്നത്. മാനിഫെസ്റ്റേഷൻ്റെ എനർജിയാണ് ഇത്. കുറേ നിങ്ങൾ പവർഫുൾ എനർജിയിലായിരുന്നു. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടായിരുന്നു, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി, മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റി. ഇത് ഈ മജിഷ്യൻ എന്താണ് ഇവിടെ? ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. ഈ ക്വീൻ ഓഫ് സോഡ്സ് എന്താണ്? പേജ് ഓഫ് സോഡ്സ്. കുറേ ആൾക്കാർ ഞാൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ എനർജിയിൽ. Queen of Swords, Page of Swords and Six of Cups. അപ്പോൾ എന്തോ ഒരു പാസ്റ്റ് എനർജി ഞാൻ കാണുന്നുണ്ട് ഇവിടെ. ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാനുള്ള എനർജി. മേ ബി നിങ്ങളൊരു പാസ്റ്റ് പേഴ്സൺ ആയിരുന്നു മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെ നിങ്ങളുടെ ലൈഫിൽ. ഈ പേഴ്സൺ ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് എന്തോ ഒരു കോൺവെർസേഷൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്ന ഈ പാസ്റ്റ് പേഴ്സൺ ആയിരുന്നു. ആൻഡ് ആ പാസ്റ്റ് പേഴ്സൺ സഡൻലി നിങ്ങളെ ഒരു മെസ്സേജ് അയച്ചു പാസ്റ്റിൽ. ഓക്കെ, ഇത് റീസെൻറ്റ് പാസ്റ്റ് ആയിരിക്കാം. അപ്പോൾ എന്തോ ഈ പേഴ്സണൊരു മെസ്സേജ് അയച്ചു. ഇല്ലച്ചാൽ നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൺ നിങ്ങളുടെ ഓൺലൈൻ മീഡിയയിൽ നിന്ന് സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്. അപ്പോൾ എനിവേ നിങ്ങൾ ഈ പേഴ്സണെ മാനിഫെസ്റ്റാണ് ചെയ്യണ്ടായിരുന്നത്. നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് മുമ്പേ എന്തോ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞാൽ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിട്ടായിരുന്നു സെപ്പറേഷൻ ഉണ്ടായത്. ഇപ്പോൾ കിങ് ഓഫ് സോഡ്സ് ഇവിടെ ഉണ്ട് കറണ്ട് എനർജിയിൽ. അപ്പോൾ കിങ് ഓഫ് സോഡ്സും ക്വീൻ ഓഫ് സോഡ്സും ഒരു ഐഡിയൽ പെയറാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണ പേഴ്സൺ ഞാൻ ഓഗസ്റ്റിൽ കാണുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ ഓഗസ്റ്റ് എനർജിയിൽ ഞാൻ കാണുന്നുണ്ട്. ഈ പേഴ്സൺ ആരാണ്?
3 ഓഫ് wands. നിങ്ങൾ വെയിറ്റ് ചെയ്യണ പേഴ്സൺ തന്നെ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ വരാൻ പോകുന്നുണ്ട്, മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൺ കുറച്ചൊരു ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. 10 ഓഫ് swords എന്ന് വെച്ചാൽ ഇപ്പോഴും അവർ കുറച്ചൊരു ഡിസപ്പോയിന്റഡ് ആണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു ബിട്രയൽ മാതിരി എനർജി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ 10 ഓഫ് swords എന്താണ് ഇവിടെ? നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഇത് ഒരു ഡിവോഴ്സ്ഡ് പാർട്ട്ണറാണ്. പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും മുമ്പേ ഡിവോഴ്സ് ഉണ്ടായിട്ട് ഇപ്പോൾ തിരിച്ച് ഈ പേഴ്സണെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ് ചെയ്യണത്. ഇപ്പോൾ ലവേഴ്സ് ഇവിടെ സോൾമേറ്റ് കണക്ഷൻ ആണ്. ആൻഡ് ഇവിടെ ഒരു ചോയ്സിന്റെ എനർജിയുമാണ് ലവേഴ്സ്, ജെമിനി എനർജി. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഹാങ് മാൻ ആണ്. ഹാങ് മാൻ ഒരു പോസിന്റെ എനർജിയാണ്. നിങ്ങൾ എന്തോ ലെറ്റ് ഗോ ചെയ്യാനാണ് ട്രൈ ചെയ്യണത്. ഒരു സിറ്റുവേഷനെ ഒരു വേറെ പെർസ്പെക്റ്റീവ് നോക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യണത്. അപ്പോൾ ഈ ഹാങ്ഡ് മാൻ പൈസീസ് എനർജി ഇവിടെ എന്താണ്? നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആദ്യം തിരിച്ച് ഒരു റെന്യൂവൽ ഞാൻ കാണുന്നുണ്ട്. പേജ് ഓഫ് wands. നിങ്ങളൊരു ഫയർ സൈനിന്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഇതൊരു പുതിയ ബിഗിനിങ്ങും ആവാം. മേ ബി നിങ്ങളൊരു പുതിയ ഡിറക്ഷനിലേക്കാണ് പോണത്. എന്നുവെച്ചാൽ ഇവിടെ കറണ്ട് എനർജിയിൽ ഹാർട്ട് ബ്രേക്ക്, ഒരു ഡിസപ്പോയിൻമെന്റ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പേഴ്സന്റെ കൂടെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവില്ല. ആൻഡ് നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. നിങ്ങൾ ആ പാസ്റ്റ് പേഴ്സണെ ഫൈനലി ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് മേ ബി ഒരു റീകൺസിലിയേഷൻ ആവാം. പക്ഷെ ഇത് വെരി ഫ്യൂ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അത് മോസ്റ്റ്ലി ഞാൻ കാണുന്നത് ഒരു പുതിയ സ്റ്റാർട്ടാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് കിങ് ഓഫ് wands ആണ്. അപ്പോൾ ആ പേജ് ഓഫ് wandsഉം കിങ് ഓഫ് wands ഇവിടെ ഞാൻ കാണുന്നുണ്ട്. ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് ചാലഞ്ച് ആയിട്ട് കാണുന്നത്? എന്നുവെച്ചാൽ ഈ പേഴ്സന്റെ കൂടെ എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ മുമ്പേ, ഓറൽസ് മേ ബി നിങ്ങളുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റേബിലിറ്റിയുടെ ഡിറക്ഷനിലേക്കാണ്, ആ ട്രാൻസ്ഫോർമേഷനിലാണ് നിങ്ങൾ. അപ്പോൾ അത് കുറച്ചൊരു ഡിഫിക്കൾട്ട് സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ പേഴ്സൺ ആക്ച്വലി ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. പക്ഷെ ഈ സമയത്ത് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, അത് മനസ്സിലാവാൻ പറ്റില്ല. നിങ്ങൾ ഈ പേഴ്സണെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയാണ്. അതാണ് ഇവിടെ അഡ്വൈസ് 4 ഓഫ് കപ്സ് വരണത്. നിങ്ങൾ ആക്ച്വലി വേറെ ഏതോ പേഴ്സണിന് വേണ്ടിയിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ വന്നത് ആൻഡ് ആ പാസ്റ്റ് പേഴ്സൺ വന്നു, പക്ഷെ അത് വർക്ക്ഔട്ട് ചെയ്തില്ല. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരണു, പക്ഷെ നിങ്ങൾ ആ പേഴ്സണെ അത്ര ശ്രദ്ധിക്കുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് എപ്പോഴും പാസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ഈ 4 ഓഫ് കപ്സ് ഇവിടെ എന്താണ് അഡ്വൈസ്? യൂണിവേഴ്സ് നിങ്ങളോട് ഈ സ്റ്റാഗ്നേഷന് പുറത്തു വരാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് നിങ്ങളെ ഒരു സ്റ്റാഗ്നന്റ് എനർജിയിലാണ്. ഈ പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു ഹോൾഡിലാണ് വെക്കണത്. നിങ്ങളുടെ ലൈഫിൽ ആക്ച്വലി കുറേ നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. പക്ഷെ ഈ സ്റ്റാഗ്നേഷനിൽ നിങ്ങൾക്ക് പുറത്തു വരേണ്ട ആവശ്യമുണ്ട്. അപ്ലൈ നല്ല കാര്യങ്ങൾ വരില്ലൂ. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്, ഒരു ന്യൂ സ്റ്റാർട്ട്. നിങ്ങൾക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാനാണ് യൂണിവേഴ്സ് പറയണത്. ഏരീസ് എനർജിയാണ് ഫുൾ. ഈ ന്യൂ സ്റ്റാർട്ട് എന്താണ്? ഹെർമിറ്റ്. അപ്പോൾ നിങ്ങൾക്കും അറിയാം ഈ ന്യൂ സ്റ്റാർട്ട് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് നല്ലതാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഹെർമിറ്റ് വെർഗോ എനർജിയാണ്. അപ്പോൾ 5 swords ഉണ്ട് ഇവിടെ. ഒരു നെഗറ്റീവ് എനർജിയാണ് 5 swords. നിങ്ങൾ കുറേ ഒരു നെഗറ്റീവ് സിറ്റുവേഷന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഹെർമിറ്റ് മോഡിൽ പോയി. എന്നുവെച്ചാൽ ഹെർമിറ്റ് ഒരു ഐസൊലേഷൻ്റെ എനർജിയാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത് ഒരു പുതിയ ബിഗിനിങ് ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഡി ആവേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ ടോക്സിക് എനർജിയും കൂടി ഉണ്ട്, ഡെവിൽ. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ശ്രദ്ധിക്കാനാണ് പറയണത്. എന്നുവെച്ചാൽ എവിടെയോ നിങ്ങളൊരു നെഗറ്റീവ് സിറ്റുവേഷനിൽ ഇൻവോൾവ് ആണ്. ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പുറത്ത് വരേണ്ട ആവശ്യമുണ്ട്. ഇല്ലച്ചാൽ ഇത് കുറേ ടോക്സിക് ആയി പോവും. നിങ്ങൾക്ക് പാസ്റ്റിനെ വിട്ടിട്ട് വേണം ഒരു പുതിയ റിലേഷൻഷിപ്പ്, ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോവാൻ. പക്ഷെ നിങ്ങൾ ആ പാസ്റ്റിനെ വിടില്ല. നിങ്ങൾ ആ പാസ്റ്റിൽ തന്നെ ഇരുന്ന് നിങ്ങളുടെ എനർജീനെ സ്റ്റാഗ്നൻ്റ് ആണ് ആക്കണത്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് യൂണിവേഴ്സ് പറയേണ്ട ഒരു എൻഡിങ് ഉണ്ട്, ഒരു വാക്കിംഗ് അവേ ഉണ്ട്. പറഞ്ഞാൽ നിങ്ങൾ ആരുടെയോ അടുത്ത് നിന്ന് ഇമോഷണലി ഡിറ്റാച്ച് ആവുന്നുണ്ട്. പക്ഷെ ഈ സിറ്റുവേഷൻ കുറേ ടോക്സിക് ആണ്. ഇവിടെ കുറച്ചൊരു കോ ഡിപ്പെൻഡൻറ്റ് എനർജിയും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാൻ വിഷമമുണ്ട്. അതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്ക് അതാണ് അഡ്വൈസ്. അത് സമയമായിരിക്കണു. ഇപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാനുള്ള സമയമായിരിക്കണു. ഇപ്പോൾ
മുമ്പോട്ടാണ് പോകേണ്ടത്. ഓക്കെ, പാസ്റ്റിലല്ല നിങ്ങൾക്ക് സ്റ്റാഗ്നന്റ് ആയിട്ട് ഇരിക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഔട്ട്കം ഇവിടെ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓഗസ്റ്റ് മാസത്തിന്റെ ഔട്ട്കം ആണ് നൈറ്റ് ഓഫ് വോൺസ്. നൈറ്റ് ഓഫ് വോൺസ് ഒരു ഏരീസ് ലിയോ സാജിറ്റേറിയസ് എനർജിയാണ്. ഇതൊരു പ്ലെയറുടെ എനർജി കൂടിയാണ്, പാഷനറ്റ് എനർജിയാണ്. പ്ലെയർ അല്ലാച്ച ഒരു പാഷനറ്റ് എനർജിയാണ്. 10 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ഒരു അപ്പോൾ ലവ് സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. ഒരു പേഴ്സൺ ദൂരത്തിന് പറയുന്ന പേഴ്സൺ ആയിരിക്കാം. മേ ബി പേഴ്സൺ ട്രാവൽ ചെയ്യണ്ടാവും കുറെ, അങ്ങനത്തെ പേഴ്സണും ആവാം. പക്ഷെ ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ട് ഈ പേഴ്സന്റെ കൂടെ. ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, ഒരു ലവ് ഓഫർ ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ഓഫറാണ് ഇത്. നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിലാണ് നോക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ സ്കോർപിയോ മെയിൻ മെസ്സേജ്. ഏതോ ഒരു പാസ്റ്റ് എനർജി അത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് കറണ്ടും ഫ്യൂച്ചറിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കറണ്ട് എനർജിയിൽ ഒരു സോൾമേറ്റ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഓൾറെഡി വന്നിരിക്കണു, ഒരാൾസ് വരാൻ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ ശ്രദ്ധിക്കണില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും പാസ്റ്റിലാണ് സ്റ്റക്കപ്പ് ആയിരിക്കണേ. ഓക്കെ, അപ്പോൾ ഇവിടെ അതാണ് മെസ്സേജ്. പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുക ആൻഡ് വരാൻ പോണ പേഴ്സൺ അവരാണ് ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട്. അവരുടെ കൂടെയാണ് ഇവിടെ ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ഉള്ളത്. അവരുടെ കൂടെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഉള്ളത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ടാരോ വൈസ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് റീഡിങ് വേണം, ഒരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യുക. അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക. വെബ്സൈറ്റിൽ പോയിട്ട് വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അവിടെ ഷെയർ ചെയ്യും. അപ്പോൾ ബുക്കിംഗ്സ് ഓപ്പൺ ആണ്, വേഗം ബുക്ക് ചെയ്യുക. ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.